രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയ്ക്കെതിരെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ നിരന്തരമായി വ്യാജ പരാതി നൽകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൈബർ പോലീസിലാണ് രാഹുൽ ഈശ്വർ പരാതി നൽകിയത്. പെൺകുട്ടിയെ അതിജീവിത എന്ന് വിളിക്കാനാകില്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. അതിജീവിതയെ അപമാനിച്ചെന്ന കേസിൽ പ്രതിയായ രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന കേസിലെ ഒന്നാമത്തെ പരാതിക്കാരി പരാതിപ്പെട്ടിരുന്നു. ഇതിനെതിരെയാണ് രാഹുൽ ഈശ്വർ പരാതിയുമായി സൈബർ പോലീസിനെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ഇമെയിൽ മുഖേന രാഹുൽ ഈശ്വർ സൈബർ പോലീസിനും AIGക്കും പരാതി നൽകിയിരുന്നു. പരാതിക്കാരിയുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ പരാതിയെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. അതിജീവിത പരാതി നൽകിയിട്ടില്ലെന്നാണ് സൈബർ പോലീസ് തന്നെ അറിയിച്ചതെന്നും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞു. വീണ്ടും എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം അവരുടെ ഭർത്താവ് നടത്തിയ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നലെ ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്ന അവസരത്തിൽ ഈ സ്ത്രീയെക്കുറിച്ചും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും തനിക്ക് ഭർത്താവുണ്ട് എന്ന വസ്തുത ലോകത്തെ അറിയിച്ചതിനുള്ള പ്രതികാരം എന്നോട് തീർക്കുകയാണ്. യുവതിയുടെ ഭർത്താവാണ് യഥാർത്ഥ ഇരയെന്നാണ് രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ കുറിച്ചത്. പോസ്റ്റിൽ പരാതിക്കാരിയെ വ്യാജ പരാതിക്കാരി എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുൻപിലും രാഹുൽ ഈശ്വർ. ജനം, തിരുവനന്തപുരം.